ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഓർക്കണുണ്ടാവൂലേ ഇതെന്താണ് ഈ ചിക്കൻ ഗുളുഗുള തിളയ്ക്കുന്നത്, ഇവളെന്താ വായി നോക്കിയിരിക്കുന്നതെന്നല്ലേ? കാര്യമുണ്ട്. ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിലെ രാഖിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണിന്ന്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കാര്യം അപ്പോൾ സഹായിക്കാൻ ഇഷ്ടം പോലെ ചിക്കൻ്റെ ജീവനുണ്ടോ നോക്കുന്ന ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈഡ് റൈസും ചിക്കനുമാണ് മെനു. ഞാൻ കഷ്ടപ്പെട്ട് ഇവരെ തീറ്റിക്കുന്നത് ചിക്കൻ. എനിക്ക് നല്ല ആവശ്യമുണ്ട് ചിക്കൻ തിന്നാത്ത ഞാൻ. കോഴിയെ വളർത്തി കോഴിയെ വളർത്തി പിടിച്ചോണ്ട് വന്ന് മുട്ടയിടിപ്പിച്ച് കൊന്ന്. പോലെയാട്ടോ ഇവളുടെ കാര്യം. ഈ സൈക്കിൾ ചെയ്യുമ്പോൾ ഇവള് സൈക്കിളെ നീ എന്തിനും പറഞ്ഞ സ്ഥിതിക്ക് അത് ഉറപ്പായിട്ട് വിടും. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. രാത്രി 9 മണിക്കാണ് പാർട്ടി. അപ്പോൾ ഞാനൊന്ന് റെഡിയാകാമെന്ന് വെച്ചു. മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഇട്ടതാണ്. എന്തായാലും സുന്ദരിക്കുട്ടിയായിട്ട് പോകാമെന്ന് വെച്ചു. കാരണം എല്ലാവളുമാരും നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഞാനൊരു ഫ്രോക്ക് ഇട്ടു, ഒരു ജാക്കറ്റ് ഇട്ടു, ഓക്കെ ആയില്ലേ? അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഇല്ല കേട്ടോ. ദാ ബർത്ത്ഡേ ഗേള് നല്ല പച്ചപ്പനന്തത്തയായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് തന്നെ രഞ്ജുഷ ബ്യൂട്ടീഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും അവൾ ഒരുക്കി. ധന്യക്കുട്ടിയുടെ നാണം കണ്ടോ ക്യാമറ കണ്ടപ്പോൾ? എല്ലാവരും ലോബിൽ പോയി എടുക്കണം. അന്നേരത്തേക്ക് ലിപ്സ്റ്റിക്ക് പോയി ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. പാട്ട് പാട്ട് എന്താ എന്നാടിയേ എന്നാടിയേ ഒരു കേക്ക് കഷ്ണം തിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ പുള്ളിക്കാരുടെ ലിപ്സ്റ്റിക്ക് പോയെന്നും പറഞ്ഞ് ഒരുങ്ങുന്ന ഭാഗം അത് കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. അടുത്തതായി ഫുഡ് വിളമ്പുന്ന തിരക്കിലോട്ട് കയറി കേട്ടോ. ഫ്രൈഡ് റൈസ്, ചിക്കൻ, സലാഡ്, ഐസ്ക്രീം ഒക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മൊത്തം ഇവിടെ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ 14 മലയാളികളാണ്. അപ്പോൾ കുറച്ച് പേര് ലീവിന് നാട്ടിൽ പോയിരിക്കണു, കുറച്ച് പേര് ഹോസ്റ്റലിൽ പോയി. ബർത്ത്ഡേക്കാരി ചിക്കൻ കഴിക്കില്ലാത്തതുകൊണ്ട് മുട്ടക്കറി എടുത്തു. എന്തായാലും നല്ല ഫുഡായിരുന്നു, നല്ല ഭംഗിയുള്ള ഫുഡായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ഗദാ കേക്ക് വീതം വെക്കുന്ന തിരക്കാണ് കേട്ടോ എല്ലാവർക്കും. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതാ ജ്യോതി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ജ്യോതി ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് അവളിപ്പോൾ വന്നതേ ഉള്ളൂ. അവിടെയായിരുന്നു അവൾക്ക് ഡ്യൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് രാജി പരാതിയായി അവളുടെ ഫോട്ടോ എടുത്ത് കൊള്ളത്തില്ലാന്ന്. അപ്പോൾ പിന്നെ അടിപൊളി കുറച്ച് ഫോട്ടോസ് എടുത്തു. ലാസ്റ്റ് എല്ലാവരും കൂടെയുള്ള ഒറ്റ ഫോട്ടോയും കൂടെ എടുത്തു. എല്ലാവരും റൂമിൽ പോയി ബൈ ബൈ.